കാലപ്പഴക്കം പറഞ്ഞ അംഗനവാടി കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള നഗരസഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രക്ഷിതാക്കളും. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് പൗരസമിതി സിന്ദാബാദ് പൗരസമിതി സിന്ദാബാദ് പൗരസമിതി സിന്ദാബാദ് പൗരസമിതി സിന്ദാബാദ് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ 20 വർഷത്തേറെക്കാലം 20 വർഷത്തേറെക്കാലം പ്രവർത്തിച്ചിരുന്ന അംഗനവാടി കൊണ്ടോട്ടി നഗരസഭയിൽ വാർഡ് 27-ലെ കൈതക്കോട് 2 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള അംഗൻവാടി കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനെതിരെയാണ് പ്രതിഷേധം. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്താനാവശ്യമായ നടപടി പൂർത്തിയാക്കാതെ പഴയ കെട്ടിടം പൊളിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ നിലവിലുള്ള ബിൽഡിങ്ങിന്റെ ഫിറ്റ്നസ് ഇല്ലാത്ത ഭാഗങ്ങൾ ഇപ്പം മേൽക്കൂര ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും 3 കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് 3 ഫേസ് ലൈനേനി അത് മാറ്റിയിട്ടുണ്ട്. ഇനി പറഞ്ഞാൽ ഒന്ന് ടൈല് മാറ്റുക, 2 ഇതിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റുക. അത് ഇവിടുത്തെ നാട്ടുകാർ പൈസ എടുത്തുകൊണ്ട് ചെയ്യാൻ തയ്യാറാണ്. അതിനുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ഇത് വേണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് ഈ പറയാനുള്ളത്. 1999 തുടങ്ങിയ അംഗൻവാടി കെട്ടിടത്തിന് 2023 ജൂണിൽ ഫിറ്റ്നസ് നഷ്ടമായി. തുടർന്ന് തൊട്ടടുത്തുള്ള വാടക കെട്ടിടത്തിലേക്ക് അംഗൻവാടി മാറ്റി. 2025 മെയ് 31 വാടക കെട്ടിടം ഒഴിയാനുള്ള സമയപരിധി അവസാനിക്കും. എന്നാൽ പുതിയ കെട്ടിടം പണിയാനുള്ള ഒരു നടപടിയുമായിട്ടില്ലെന്നും ധൃതിപ്പെട്ട പഴയ കെട്ടിടം പൊളിക്കാൻ ശ്രമിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നമ്മുടെ നാട്ടിൽ കൈതക്കോട് 20 വർഷത്തിലേറെയായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നൊരു കെട്ടിടമാണ് നമ്മളെ ഈ അംഗനവാടി കെട്ടിടം. ഇതിപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട് വന്നതിൻ്റെ അടിസ്ഥാനത്താണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കെട്ടിടത്തിന് പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഫിറ്റ്നസ് ഇല്ല എന്ന് പേര് പറഞ്ഞാണ് ഈ ബിൽഡിങ് പൊളിച്ച് നീക്കാൻ നമ്മളെ മുനിസിപ്പാലിറ്റി അധികൃതരും നമ്മളെ വാർഡ് കൗൺസിലറും തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അംഗൻവാടിക്ക് എന്താ ഫിറ്റ്നസ് ഇല്ല, അപ്പോൾ അതിൻ്റേതായ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ അംഗൻവാടി അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ചെറിയ മക്കളാണ് അതിൽ പഠിക്കുന്നത്. ഇന്നത് ഒരു ഭാഗം പൊളിഞ്ഞ് ചാടുണ്ടെന്ന് അവർക്ക് പറയാൻ നിശ്ചയില്ലാത്തൊരു മക്കളാണ്. അപ്പം അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വാടക കെട്ടിടത്തിലേക്ക് മാറിയിട്ടും 2 വർഷമായി. ആ 2 വർഷമായിട്ടും ആരും ഒന്നിനും ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങനെ കമ്മിറ്റികളൊക്കെ കൂടി വന്നു. ഇങ്ങനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കമ്മിറ്റികൾ തന്നെ അറിയാത്ത രീതിയിൽ ഇങ്ങനൊരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇത് പൊളിച്ച് മാറ്റണമെന്ന് പറയണത്. പക്ഷെ ഞങ്ങൾക്ക് അംഗൻവാടി പൊളിക്കണതുകൊണ്ട് ഒന്നുമല്ല. പക്ഷെ അംഗൻവാടിൻ്റെ എല്ലാ ഇതും നിർത്തിക്കാണ്ട് അംഗൻവാടി ഒഴിവാക്കാന്ന് ഇവിടെ പാടില്ല. അംഗൻവാടി വേണം. ഈ അംഗൻവാടിയിൽ 20-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. എയർ 1 കൊണ്ടോട്ടി.